ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലൂടെ കർത്താവായ ദൈവം നിങ്ങളുടെ ദുഃഖം ആനന്ദമാക്കാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ കരുതുന്നവനാണ്. അവിടുന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. സകല ശത്രുക്കളിൽ നിന്നും കർത്താവ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ആകുലതകളെ, ദുഃഖം എല്ലാം സമർപ്പിച്ച് ഇന്ന് കർത്താവിൽ നിന്നും നിങ്ങൾക്കാവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെ അവിടുത്തോട് ചോദിക്കുക. ഇന്ന് നിങ്ങൾക്ക് എന്താണ് കർത്താവ് നൽകേണ്ടത്? അവിടുത്തോട് ചോദിക്കുക, വിശ്വാസത്തോടെ ചോദിക്കുക. തീർച്ചയായും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ആട്ടിടയൻ ആടുകൾക്ക് ആവശ്യമായതെല്ലാം അറിഞ്ഞ് നൽകുന്നത് പോലെ ഇന്ന് കർത്താവായ യേശു നമുക്കാവശ്യമായതെല്ലാം അറിഞ്ഞ് നൽകും. നമ്മുടെ ഹൃദയം അവിടുന്ന് പരിശോധിച്ചറിയുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് കർത്താവ് അറിയുന്നു. എന്നാലും നിങ്ങൾ അത് ചോദിക്കുക. കർത്താവ്, എനിക്കിന്ന് ആവശ്യമായ കാര്യങ്ങൾ, എൻ്റെ നിയോഗങ്ങൾ ഇവയെല്ലാമാണ്. നിങ്ങൾ ഓരോന്നായി നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ഓരോന്നായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. തീർച്ചയായും ഇന്ന് കർത്താവ് നിങ്ങളിൽ ഒരു വലിയ അത്ഭുതം നടത്തും. വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ ഒത്തിരി കരുതുന്നു, സ്നേഹിക്കുന്നു. അവിടുന്ന് നിങ്ങളെ ഒരിക്കലും കണ്ണീരിൽ ആഴ്ത്തുകയില്ല. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം കേൾക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എഫ്രായിം എൻ്റെ ആദ്യജാതനും. ജനതകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു. ബലിഷ്ഠകരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. അവർ ഇനിയൊരിക്കലും ദുഃഖിക്കുകയില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി ഈ പുതിയ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ വിളിച്ചുണർത്തിയ ദൈവമേ, ആട്ടിൻകൂട്ടത്തെ നയിക്കുന്ന ഇടയനായ ഞങ്ങളുടെ ഈശോയെ, നിന്റെ സന്നിധിയിൽ നിന്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലായിരിക്കുവാൻ, നിന്റെ യജമാനത്വത്തിൻ്റെ കീഴിലായിരിക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരൊപ്പണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുനീരൊപ്പി ഇവരുടെ ദുഃഖം ഇന്ന് ആനന്ദമാക്കി മാറ്റണമേ. കർത്താവേ, ഇനിയൊരിക്കലും ഇവർ ദുഃഖിക്കാൻ നീ ഇടയാക്കരുതേ. കർത്താവേ, നിന്റെ സമൃദ്ധിയാൽ ഇവരെ സന്തോഷഭരിതരാക്കണമേ. ഇവരുടെ ആകുലതകളിൽ ഇവരെ ആശ്വസിപ്പിക്കാൻ നീ ഇടപെടണമേ. കർത്താവേ, നിന്റെ സന്നിധിയിലാണ് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാറ്റിലും ഉപരിയായി നിന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് രക്ഷ വരുന്നത്. നിന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. കർത്താവേ, നീയാണ് ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവൻ. ദൈവമേ, ഇന്ന് കണ്ണുനീരോട് നിന്റെ സന്നിധിയിലിരിക്കുന്ന ഇവർക്ക് ആശ്വാസം നൽകി ഇന്നത്തെ ദിവസമെല്ലാം സുഗമമാക്കി, അവരുടെ വഴി സുഗമമാക്കി, പാതയിൽ എല്ലാ തടസ്സങ്ങളും മാറ്റി
ഇന്ന് എല്ലാം കൊണ്ടും മനോഹരമായ ഒരു ജീവിതം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കാലിടറാൻ ഇന്ന് നീ അനുവദിക്കരുതേ. ഇവരുടെ തെറ്റുകളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. സകല പ്രലോഭനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും മോചിക്കണമേ. കർത്താവേ, ബുദ്ധിപരമായ ഒരു ജീവിതം ഇന്ന് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അനാവശ്യമായ വാക്കുകൾ, ചിന്തകൾ, പ്രവർത്തനങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു കളഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഫലപ്രദമായ ഒരു ജീവിതം നയിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ആവശ്യങ്ങളെ നീ തിരിച്ചറിഞ്ഞ് സഹായിക്കണമേ. ഇവരാർക്കൊക്കെ വേണ്ടി, ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം അത്ഭുത സൗഖ്യവും അനുഗ്രഹങ്ങളും നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സുഗമമാക്കി മനോഹരമാക്കി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ ഒഴുക്കണമേ. നിന്റെ ശക്തി ഇവരിലേക്ക് ഒഴുക്കണമേ. നിന്റെ രക്ഷയുടെ വാഗ്ദാനം ഇവരുടെ ഹൃദയത്തിൽ നീ പതിപ്പിച്ചുറപ്പിക്കണമേ. നിന്റെ രക്ഷയുടെ കരം നീട്ടി ഈ മക്കളെ സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്നിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് നീ ഇടപെട്ട് ഇവരെ പരിപാലിക്കണമേ, സംരക്ഷിക്കണമേ. ഇവരാകുലപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും, ഇവർ ഭയപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവ് ഇടപെട്ട് അവരുടെ ഭയവും ആകുലതയും ആകാംക്ഷയും നിരാശയും മാറ്റി ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാക്കി, അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട അനേകരുണ്ട്. കർത്താവേ, ഇവരുടെ എല്ലാം അനേകായിരം പ്രാർത്ഥനാ സന്ദേശങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് നീ ഇടപെട്ട് ഇവരുടെ ഓരോ ആവശ്യങ്ങളിലും നീ അത്ഭുതം നടത്തി ഈ മക്കളുടെ ഹൃദയത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ. ജീവിതത്തിനൊരർത്ഥം വന്നു എന്ന് മനസ്സിലാക്കുവാൻ നിന്റെ ശക്തമായ ഇടപെടൽ ഇന്ന് ഞങ്ങൾക്കുണ്ടാകണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ ഒരു ദിവസമാക്കി നൽകി എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളുടെ ദുഃഖം ആനന്ദമാക്കട്ടെ. അവിടുന്ന് നിങ്ങളുടെ കണ്ണുനീരൊപ്പി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നെല്ലാ വഴികളിലും നിങ്ങൾ സംരക്ഷിതരാകാൻ കർത്താവിൻ്റെ കരം കൂടെയുണ്ടായി നിങ്ങളെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇടയനായ ദൈവത്തിൻ്റെ എല്ലാ പരിപാലനയും ഇന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.
ആമേൻ.